മക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് PC ദേവസ്യ എന്ന കേരളീയനായിട്ടുള്ള സംസ്കൃത പണ്ഡിതൻ എഴുതിയിട്ടുള്ള ചിന്താരഥോ ബാലകഃ എന്ന യേശുദേവരുടെ കഥ, മഹാകാവ്യത്തിൻ്റെ ശ്ലോകങ്ങൾ. അപ്പോൾ നമുക്കെന്താണ് ആ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് വേഗം നോക്കാം. ആദ്യത്തെ ശ്ലോകം: പുരേ നാസരഥേ സാർദ്ധം കന്യയാ പ്രിയയാ ചരന്ന് അസിധാരാവ്രതം തക്ഷ ശിശും ദിവ്യമപൂപുഷത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, നസ്രത്ത് എന്നു പേരുള്ള നഗരത്തിൽ ഭാര്യയായ കന്യകയോടൊപ്പം അസിധാര എന്ന പേരുള്ള തീവ്രമായ വ്രതം ആചരിച്ചുകൊണ്ട് ആ ശില്പിയായ ജോസഫ് പരിശുദ്ധനായ തൻ്റെ പുത്രനെ യേശുദേവനെ വളർത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നോക്കാം അടുത്ത ശ്ലോകം: ആത്മനാ ബലവാനേവ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിതൃരദ്ഭുതാനന്ദശാന്തിഭിः. ഇവിടെ എന്താ പറയുന്നത്? ആ മകൻ എങ്ങനെ വളർന്നു എന്നാ പറയുന്നത്. സ്വയം തന്നെ ആ ബാലകൻ ശക്തിയുക്തനും, ആ ബാലകൻ സ്വയം തന്നെ ശക്തിയുക്തനാണ്, വിദ്യാസമ്പന്നനുമായിട്ട് മാതാപിതാക്കൾക്ക് അദ്ഭുതാനന്ദ ശാന്തിയോടുകൂടി ആ പുത്രൻ വളർന്നു. അച്ഛനമ്മമാർക്ക് അതിശയമുണ്ടാക്കുന്ന തരത്തിൽ ആ മകൻ വളർന്നു എന്നർത്ഥം. യഹൂദാ ബാലകൈരന്യേഹി ക്വാപി ക്രീഡാരഥസ്തഥാ ക്വാപി ചിന്താപര സർവൈരലക്ഷിത സ ബാലകഃ. ഇനി ആ കുട്ടി എങ്ങനെയായിരുന്നു, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നോക്കിയാൽ, ആ ബാലകൻ ചിലപ്പോൾ മറ്റുള്ള യഹൂദ വംശരായ ബാലകരോടൊപ്പം ക്രീഡാതൽപരനും അവരുടെ കൂടെ കളി കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയും, അതുപോലെ ചിലപ്പോൾ ചിന്താമഗ്നനായിട്ട് എല്ലാ ജനങ്ങളാലും കാണപ്പെട്ടു. ചില സമയത്ത് അവൻ നല്ല ഹാപ്പി ആയിരിക്കും, ചില ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. മുനിനാ തേന നീതോസൗ താപോരദ്രൈരധീത്യകാം അശേതേ സ്ഥണ്ഡിലേ പശ്യൻ രമ്യാഹ പ്രകൃതി സമ്പതഃ. ഇനി എന്താണ്? ഒരിക്കൽ അദ്ദേഹത്തെ യേശുദേവനെ ആ ശില്പിയായ ജോസഫ്, ശില്പിയും ജ്ഞാനിയുമായ ജോസഫ് എന്ത് ചെയ്തു? ജോസഫിനാൽ താബോർ എന്നു പേരുള്ള പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹത്തെ യേശുദേവനെ നയിക്കപ്പെട്ട ആ ബാലകനായ യേശുദേവൻ മനോഹരങ്ങളായ പ്രകൃതി വിഭവങ്ങൾ നോക്കിയിട്ട് പുൽത്തകിടിയിൽ അങ്ങനെ കിടന്നു. ഓക്കെ, അതാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം: മേഷപാലൈർ നിയമാനം മേഷയൂഥം നിരീക്ഷ്യ സഹാ കുമാരശ്ചിന്തയാമാസ ഭാവി ശിഷ്യഗണം നിജം. എന്താണ്? അവിടെ ആട്ടിടയന്മാരാണല്ലേ. അപ്പോൾ ആട്ടിടയന്മാരാൽ നയിക്കപ്പെട്ടുകൊണ്ട് പോകുന്ന ആട്ടിൻകൂട്ടത്തെ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് ആ കുമാരനായ യേശു എന്താണ്? സ്വയം ഭാവിയിൽ തനിക്കുണ്ടാകാൻ പോകുന്ന ശിഷ്യ സമൂഹത്തെ, താൻ ഭാവിയിൽ ഉണ്ടാക്കുന്ന ശിഷ്യന്മാർ, തനിക്കുണ്ടാകുന്ന ശിഷ്യ സമൂഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹം എന്താണ് ചിന്തിച്ചു. ദൃഷ്ട്വാ ചിന്താരഥം ക്ഷിപ്രഗ്രാഹിണം ബാലകം മുനിഹി പ്രിയാമാജഷ്ടി തദ്വൃത്തം സാത്തു മൗനമധാരയത്. എന്താണ്? യേശുദേവരുടെ അച്ഛനായിട്ടുള്ള ജോസഫ് എന്താണ് തൻ്റെ ഭാര്യയോട് മകനെ പറ്റി പറയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന യേശുദേവനെ കണ്ടിട്ട് ജ്ഞാനിയായ ആ ജോസഫ് എന്ത് ചെയ്തു? ആ കാര്യം തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അവളാകട്ടെ മൗനമായി അത് ഗ്രഹിക്കുകയും ചെയ്തു, മൗനമായിട്ട് അത് കേട്ടിരിക്കുകയും ചെയ്തു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം എന്താണ്? യഹൂദാ സമുദാചാര വർത്തമനാത്തം കുമാരകം നേതും വൈദിക ലേഖാൻസ തക്ഷകസ്തമശിക്ഷകൻ. ഇനി ആ മകനെ അച്ഛൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നാ പറയുന്നത്. നമ്മുടെ അവസാനത്തെ ശ്ലോകമാണ് ഈ ചാപ്റ്ററിലെ. യഹൂദ വംശരുടെ ആചാരമാർഗത്തിലൂടെ ആ യേശുദേവനെ നയിക്കുവാൻ ആ ശില്പിയായ ജോസഫ് യഹൂദ വേദ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ മുഴുവൻ അവനെ യേശുദേവനെ പഠിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്റർ തീരാണ്. ഇത്ര ശ്ലോകങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതൊക്കെയാണ് ആ ശ്ലോകങ്ങളുടെ അർത്ഥം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നോക്കുക. പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു, നമസ്തേ.